നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ 3-ാം സ്ഥാനക്കാരിയായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ. തുടക്കം മുതൽ അവസാനം വരെ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ഷോയ്ക്ക് നൽകിയിട്ടുള്ള മത്സരാർത്ഥിയും ജാസ്മിനാണ്. ഗബ്രിയുമായുള്ള സൗഹൃദം, അതുപോലെ ഇരുവരും ഒരുമിച്ചുള്ള ഇന്റിമേറ്റ് രംഗങ്ങൾ വരെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല, പുറത്ത് മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ചു വെച്ച ശേഷമാണ് ജാസ്മിൻ ഹൗസിലേക്ക് മത്സരിക്കാനായി പോയത്. അയാൾ അക്കാര്യം പരസ്യമാക്കുക കൂടി ചെയ്തതോടെ ജാസ്മിനെ വെറുക്കുന്നവരുടെ എണ്ണം 10 മടങ്ങായി. എന്നാൽ ഇത്രയേറെ വിമർശനം ഉണ്ടായിട്ടും ഇപ്പോഴും ഗബ്രിയുമായുള്ള സൗഹൃദം ജാസ്മിൻ തുടരുന്നുണ്ട്. ഇപ്പോഴിതാ ഗെയിമിനായി ഉണ്ടാക്കിയ ഫേക്ക് കോംബോ ആയിരുന്നുവോ ഗബ്രിയുമായുള്ള സൗഹൃദം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിയിരിക്കുകയാണ് ജാസ്മിൻ. തുടക്കത്തിൽ ഞാനും ഗബ്രിയുമായിരുന്നില്ല കൂട്ട്, ഞാൻ, ഗബ്രി, നോറ, രതീഷ് ഇക്ക എന്നിവരായിരുന്നു കൂട്ട്. അതിൽ നിന്നും നോറ, രതീഷ് ഇക്ക എന്നിവർ പോയി. പിന്നെ ഞാനും ഗബ്രിയും മാത്രമായി. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സ്നേഹവും ബിൽഡായി തുടങ്ങിയത്. ഞാൻ പെട്ടെന്ന് ആളുകളുമായി അടുക്കും. അതേ സ്വഭാവമാണ് ഗബ്രിക്കും. അവൻ്റെ വൈബുമായി ചേരുന്നവരുമായി അവൻ കണക്റ്റ് ആകും. അങ്ങനെയാണ് തുടങ്ങുന്നത്. എങ്ങനെ വിശദീകരിക്കണം എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. എങ്ങനെയോ കണക്റ്റ് ആയതാണ്. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അത് തന്നെയാണ് ഞങ്ങൾ ഫേക്ക് ആണെന്ന് പറയുന്നവർക്കുള്ള മറുപടി. എനിക്ക് പ്രശ്നം വരുമ്പോൾ അവൻ മാത്രം ഒപ്പം നിന്നിട്ടുള്ളൂ. ഞാൻ അവൻ്റെ കാര്യത്തിൽ ഇടപെടാതെ മാറി നിന്നാൽ എല്ലാവരും പറയും ഞങ്ങൾ നാടകം കളിക്കുകയാണെന്ന്. കോംബോ നോക്കില്ലെന്ന് പറഞ്ഞല്ലേ ഹൗസിലേക്ക് പോയത്, എന്നിട്ട് എന്താണ് അവിടെ ചെയ്തതെന്ന് അത്ത എന്നോട് ഷോ കഴിഞ്ഞ ഉടൻ ചോദിച്ചിരുന്നു. ഞങ്ങളുടെ കോംബോ അല്ല, ഇനി ഞാൻ എത്ര പറഞ്ഞാലും വെള്ളപൂശലായിട്ടേ തോന്നൂ. ഗബ്രി എനിക്ക് പറ്റിയ തെറ്റല്ല, ലോകം എതിർത്താലും ഞാൻ മാറ്റി പറയില്ല. എനിക്കും അവനും കൺഫ്യൂഷനായിരുന്നു. പക്ഷെ പ്രണയമാണെന്ന് ഞങ്ങൾക്ക് പരസ്പരം പറയാൻ പറ്റില്ല. അതുപോലെ ഹൗസിൽ കയറിയപ്പോൾ തന്നെ പുറത്ത് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഗബ്രിയോട് പറഞ്ഞിരുന്നു. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഗബ്രിയോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്നറിയില്ല. ആ വീട്ടിൽ സാഹചര്യത്തിൽ എനിക്ക് അവനോട് തോന്നിപ്പോയ ഒരു ഇഷ്ടമാണ്. പക്ഷെ പ്രേമമാകരുത് എന്ന രീതിയിൽ പിടിച്ചു വെച്ചതാണ്. അതിന് കാരണം പുറത്തുള്ള റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഗബ്രി ഞാനും 2 റിലീജിയനാണ്, വേറെയും പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കല്യാണം എന്നത് നടക്കില്ല. ഇതാണ് സത്യം. ഗബ്രി എൻ്റെ കയ്യിൽ ഉമ്മ വെക്കാറുണ്ടായിരുന്നു. ഗബ്രി മാത്രമല്ല, ഞാനും ഒന്നും വിട്ട് പറയുന്നുണ്ടായിരുന്നില്ല. സ്നേഹം കൂടുമ്പോൾ പിടിച്ച് കടിക്കുന്നതും എൻ്റെ ബേസിക് ഒരു നേച്ചറാണ്. അത് ഗബ്രിയോട് മാത്രമല്ല, റസ്മിനോടും ശ്രീധുവിനോടുമെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ലസ്റ്റലല്ല. ബിഗ് ബോസിൽ കണ്ടത് പച്ചയായ എന്നെയാണ്. ആണും പെണ്ണും ഫ്രണ്ട്ഷിപ്പിനിടയിൽ കയ്യിൽ പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യില്ലേ? ഞാനും ഗബ്രിയും എന്താണ് മോശമായി ഹൗസിൽ ചെയ്തിട്ടുള്ളത്? ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നപ്പോൾ ഗബ്രി വിളിക്കാൻ വന്നതിനെ ഞാൻ തുണി അയച്ചവന് കാണിച്ചു കൊടുത്തു എന്ന തരത്തിൽ വരെ മര്യാദയില്ലാതെയാണ് പലരും പറഞ്ഞത്. ഗബ്രിയോടുള്ള സൗഹൃദം ഇപ്പോഴുമുണ്ട്. ആൾക്കാരെ പേടിച്ച് ഞങ്ങളുടെ സൗഹൃദം കട്ട് ചെയ്താലാണ് തെറ്റ് ചെയ്യാത്ത ഞങ്ങൾ തെറ്റുകാരാകുന്നത് എന്നാണ് ജാസ്മിൻ പറയുന്നത്. അതേസമയം വൃത്തിയെക്കുറിച്ചും താരം പറഞ്ഞു. കുളിച്ചാൽ ഉടൻ ഞാൻ തുമ്മാൻ തുടങ്ങും. ആശുപത്രിയിൽ കാണിച്ചിട്ട് മാറാത്തതാണ്. എനിക്ക് വൃത്തിയുണ്ടോ ഇല്ലയോ എന്നത് എന്നോട് ഇടപഴകുന്നവർക്ക് അറിയാം എന്നാണ് തൻ്റെ വൃത്തിയില്ലായ്മയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിച്ചത് ജാസ്മിൻ പറഞ്ഞത്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.